സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലാകുന്നുണ്ട്. കണ്ടു നിൽക്കുന്ന ഏതൊരാളുടെയും മനസ്സിന് വല്ലാതെ വിഷമമുണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. മംഗലാപുരത്ത് ഒരു മദ്രസയിലെ ഒരു ഉസ്താദിനെ ഒരു കുട്ടിയുടെ പിതാവ് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ്. അതും അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ആ കുട്ടിയുടെ പിതാവ് വന്നുകൊണ്ട് ആ ഉസ്താദിനെ തല്ലുന്നത്. ആ ഒരു ദൃശ്യം കാണുമ്പോൾ സങ്കടം തോന്നിപ്പോകും. జైలు తెచ్చిన తెచ్చాను జబర్దస్త్ నామత కమిటీ నీడుండాలి ಕಮಿಟಿ ಕಂಪ್ಲೇಂಟ್ ಆಗಲಿ ಕಮಿಟಿ நீங்க இங்க அடிக்கிற மாதிரி நான் ஃப்ரெண்ட் கட்சேன் ஒரு அடி இல்ல நீ பேசுறது லைவ் ஆக்கிடுவே லைவ் ஆக்கிடுவே ஒரு கால் எத்தனை அடி அடிக்கிறார் நீங்க ஜெயில తెచ్చిన తెచ్చాను పినే జబర్దస్త్ నామత కమిటీ నీడుండాలి നോക്കൂ, ആ ഒരു മനുഷ്യൻ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വന്ന് ഇത്തരത്തിൽ ക്രൂരമായി മർദ്ദിക്കുക എന്നത് എത്രത്തോളം മോശമായ ഒരു പ്രവർത്തനമാണ്. തൻ്റെ കുട്ടിയെ ആ ഉസ്താദ് തല്ലി എന്ന കാരണത്താലാണ് ആ കുട്ടിയുടെ പിതാവ് വന്നുകൊണ്ട് ഉസ്താദിനെ തല്ലുന്നത്. ആ ഒരു ദൃശ്യത്തിൽ ഈ പറയപ്പെടുന്ന ആ കുട്ടിയുടെ മാതാവിനെയും കാണാൻ സാധിക്കും. നമുക്കറിയാം, മക്കളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന മാതാപിതാക്കൾക്ക് അവരുടെ കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ഏതൊരു ചെറിയൊരു പോറൽ പോലും സഹിക്കാൻ കഴിയില്ല. കുട്ടികളെ മാരകമായ രീതിയിൽ തല്ലുകയോ അവരെ ഉപദ്രവിക്കുകയോ ചെയ്താൽ സ്വാഭാവികമായും മാതാപിതാക്കൾക്ക് വലിയ രീതിയിൽ ദേഷ്യവും വിഷമവും ഒക്കെ ഉണ്ടാകാറുണ്ട്. അത് മനുഷ്യ സഹജമാണ്, അതിനെ ആർക്കും തള്ളിപ്പറയാൻ കഴിയില്ല. പക്ഷേ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അധ്യാപകരും ഉസ്താദുമാരുമൊക്കെ കുട്ടികളെ തല്ലാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. പലപ്പോഴും കുട്ടികളിൽ ഒരു ഭയമുണ്ടാകാനും അവർ വഴിതെറ്റിപ്പോകാതിരിക്കാനും നല്ല രീതിയിൽ പഠിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഉസ്താദുമാർ ഇത്തരത്തിൽ കുട്ടികളെയൊക്കെ തല്ലാറുള്ളത്. അതിപ്പോൾ ഉസ്താദുമാർ മാത്രമല്ല, സ്കൂളിലും അധ്യാപകർ ഇത്തരത്തിൽ കുട്ടികളെ തല്ലാറുണ്ട്. വിദ്യാർത്ഥികൾ നന്നായി പഠിച്ച് അവർ മിടുക്കരാകാൻ വേണ്ടിയിട്ടാണ് അധ്യാപകരും ഉസ്താദുമാരുമൊക്കെ ഇത്തരത്തിൽ ചെറിയ രീതിയിൽ ശാസിക്കുന്നതും തല്ലുന്നതുമൊക്കെ. എന്നാൽ ആ തല്ലുന്നതിനും ശിക്ഷിക്കുന്നതിനും ഒരു പരിധി ഉണ്ടാകണം. പരിധി വിട്ടുള്ള തല്ലുകൾ അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതിപ്പോൾ ആരായിരുന്നാലും ശരി, അതിപ്പോൾ സ്കൂളിലെ അധ്യാപകരായിരുന്നാലും ശരി, മദ്രസയിൽ പഠിപ്പിക്കുന്ന ഉസ്താദുമാരായിരുന്നാലും ശരി. എന്നാൽ ഇവിടെ ഈ കുട്ടിക്ക് ഏത് രീതിയിൽ തല്ലുകൊണ്ടു എന്നറിയില്ല. സാധാരണ രീതിയിൽ തല്ലുന്നത് പോലെയാണോ അദ്ദേഹം തല്ലിയത്? ഇനി അതെല്ലാം നേരെ മറിച്ച് ശരീരത്തിൽ വലിയ രീതിയിൽ പാടുകൾ ഉണ്ടാകുന്ന വിധത്തിൽ മാരകമായ രീതിയിൽ തല്ലിയിട്ടുണ്ടോ എന്നറിയില്ല. പക്ഷേ എന്നിരുന്നാലും ശരി, ഇവിടെ ആ കുട്ടിക്ക് നേരെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിന് കൃത്യമായ നിയമ സംവിധാനങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ പോലീസുണ്ട്, ചൈൽഡ് ലൈനുണ്ട്, മറ്റു നിയമപരമായ മാർഗങ്ങൾ ഒരുപാടുണ്ട്. നിയമത്തെ മുൻനിർത്തിയാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടി സ്വീകരിക്കേണ്ടത്. അതിനു പകരം നിയമം കയ്യിലെടുത്ത് ഒരാൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ വന്ന് ഇത്തരത്തിൽ ക്രൂരമായി തല്ലുകയല്ല ചെയ്യേണ്ടത്. അത് തികച്ചും തെറ്റായ ഒരു പ്രവർത്തനമാണ്. ഒരു തെറ്റിനെ മറ്റൊരു വലിയൊരു തെറ്റുകൊണ്ട് ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. പരാതി ഉണ്ടെങ്കിൽ അത് കൃത്യമായി നിയമപാലകരെ അറിയിക്കുകയായിരുന്നു ആ കുട്ടിയുടെ പിതാവ് ചെയ്യേണ്ടിയിരുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിൽ ഉസ്താദുമാരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലുമൊക്കെ കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ചില ടീമുകൾ. പ്രത്യേകിച്ച് കാസ പോലെയുള്ള കൃസംഗികളും സംഘികളും സോഷ്യൽ മീഡിയയിൽ ഉസ്താദുമാർ എന്ന വിഭാഗത്തെ ആകെ എന്തോ വലിയ തെറ്റുകാരാണ് എന്ന രീതിയിലാണ് ഇപ്പോൾ ചിത്രീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്തു എന്ന് കരുതി, അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സംഭവം ഉണ്ടായെന്ന് കരുതി ആ വിഭാഗത്തിലെ എല്ലാവരെയും ഒരേ തട്ടിൽ അളക്കുന്നത് എത്രത്തോളം വലിയ അന്യായമാണ്. ഏതെങ്കിലും ഒരു ഉസ്താദ് തെമ്മാടിത്തരം കാണിച്ചു എന്ന് വെച്ച് എല്ലാ ഉസ്താദുമാരും മോശക്കാരാണ് എന്ന് പറയുന്നതിനോട് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല. ഇവിടെയാണ് ഇവന്മാരുടെ ഇരട്ടത്താപ്പ് പുറത്തു വരുന്നത്. കാഷായ വേഷം അണിഞ്ഞുകൊണ്ട് എത്രയോ സംഖ്യകൾ, അതിൽ BJP നേതാക്കളടക്കം എന്തെല്ലാം തരത്തിലുള്ള ആക്രമണങ്ങളും തെമ്മാടിത്തരങ്ങളും സമൂഹത്തിൽ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അതുപോലെ ചില പള്ളിയിലച്ചന്മാർ ഇതുപോലെ എന്തൊക്കെ തെമ്മാടിത്തരങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ തെറ്റ് ചെയ്തവരെ വെച്ചുകൊണ്ട് ആ സമൂഹത്തിലെ എല്ലാവരും അത്തരക്കാരാണ് എന്നിവർ പറയാറുണ്ടോ? ഒരിക്കലുമില്ല. തങ്ങൾക്കുണ്ടാകുന്ന വിഷയങ്ങളിൽ നിന്നും ഒളിച്ചോടുകയും മറുവിഭാഗത്തെ ടാർഗറ്റ് ചെയ്യാൻ കിട്ടുന്ന ചെറിയ അവസരങ്ങൾ പോലും വലിയ വർഗീയ പ്രചാരണമാക്കുകയും ചെയ്യുന്നതാണ്
ഇവന്മാരുടെ സ്ഥിരം ശൈലി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഉസ്താദന്മാർ വളരെയധികം സൂക്ഷിക്കേണ്ടതുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. നിസ്സാരമായ ഒരു കാര്യത്തെപ്പോലും വലിയ രീതിയിൽ വളച്ചൊടിച്ച് ഇസ്ലാമോഫോബിയ വളർത്താനും മതവിദ്വേഷം ഉണ്ടാക്കാനും ഒരു കൂട്ടം ആളുകൾ ഇവിടെ കാത്തിരിപ്പുണ്ട്. കുട്ടികളെ നന്നാക്കാൻ വേണ്ടിയാണെങ്കിൽ പോലും ശാരീരികമായ ശിക്ഷാരീതികൾ പരമാവധി ഒഴിവാക്കുക തന്നെ വേണം. കാരണം നിങ്ങളുടെ ഭാഗത്തു നിന്നുമുണ്ടാകുന്ന ചെറിയൊരു വീഴ്ച പോലും ഒരു സമുദായത്തെ മുഴുവനായി അധിക്ഷേപിക്കാൻ ഈ വർഗീയ ശക്തികൾ അത് ആയുധമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഉസ്താദന്മാരോട് പറയാനുള്ളത്, കുട്ടികൾ നന്നാകണം, അവർ വഴിതെറ്റി പോകരുത് എന്ന കാര്യത്തിൽ സ്വന്തം മാതാപിതാക്കൾക്കില്ലാത്ത ശുഷ്കാന്തി നിങ്ങൾക്ക് എന്തിനാണ് ഉസ്താദുമാരെ? സ്വന്തം മക്കൾ നന്നാവണമെന്ന കാര്യത്തിൽ ചില മാതാപിതാക്കൾക്ക് പോലും ഇല്ലാത്ത ആത്മാർത്ഥത നിങ്ങൾ എന്തിനാണ് കാണിക്കുന്നത്? നിങ്ങളെ ഏൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി പഠിപ്പിക്കുക. നിങ്ങളുടെ കാര്യം നോക്കി പോവുക എന്നുള്ളതാണ് ഇന്നത്തെ കാലത്തെ ഏറ്റവും സുരക്ഷിതമായ മാർഗം. രക്ഷിതാക്കൾക്ക് അവരുടെ മക്കളെക്കുറിച്ചില്ലാത്ത എന്ത് ആശങ്കയാണ് മറ്റുള്ളവർക്കുണ്ടാകേണ്ടത്? അതുകൊണ്ട് പഠിപ്പിക്കുക, സ്നേഹത്തോടു കൂടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, കടമകൾ തീർത്ത് മാറി നിൽക്കുക. ചുരുക്കത്തിൽ മംഗലാപുരത്ത് ആ മദ്രസ ഉസ്താദിന് നേരെ നടന്ന ആ ഒരു കയ്യേറ്റം ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല. അവർ നിയമപരമായ വഴി സ്വീകരിക്കണമായിരുന്നു. അതോടൊപ്പം ഈ സംഭവത്തെ മുൻനിർത്തി ഉസ്താദുമാരെയും ഒരു പ്രത്യേക വിഭാഗത്തെയും ഒക്കെ അധിക്ഷേപിക്കാൻ ഇറങ്ങി തിരിച്ചിരിക്കുന്ന വർഗീയവാദികളുടെ ഇരട്ടത്താപ്പ് കൂടി നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട്. ഇതോടൊപ്പം വളരെയധികം സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം കൂടി പറയാനുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിന് വല്ലാതെ വിഷമം ഉണ്ടാക്കുന്ന വാർത്തകളാണ്. മരണവാർത്തകൾ എന്നും സങ്കടമുള്ളതാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ ദീൻ പറഞ്ഞു തരുന്ന പ്രിയപ്പെട്ട ഉസ്താദുമാരുടെ ജീവിതത്തിലെ അവർക്ക് വലിയ തണലേകിയ അവരുടെ ഏറ്റവും വലിയ തണലുകൾ ഇല്ലാതാകുമ്പോൾ ആ സങ്കടം ഇരട്ടിക്കുകയാണ്. നമുക്കറിയാം, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പ്രമുഖ പണ്ഡിതൻ സിറാജുദ്ദീൻ കാസിമി ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മാതാവ് ഈ ദുനിയാവിൽ നിന്നും വിട പറഞ്ഞത്. ആ സങ്കടത്തിൽ നിന്നും ആ വേദനയിൽ നിന്നും നമ്മൾ ആരും മുക്തരായിട്ടില്ല. ഇപ്പോഴിതാ തൊട്ടു പിന്നാലെ എല്ലാവരെയും വീണ്ടും കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് മറ്റൊരു സങ്കട വാർത്ത കൂടി വന്നിരിക്കുന്നു. പ്രമുഖ ഇസ്ലാമിക പ്രഭാഷകനും തിരുവനന്തപുരത്തെ സെൻട്രൽ ജുമാ മസ്ജിദ് ചീഫ് ഇമാമുമായ ബഹുമാനപ്പെട്ട നവാസ് മന്നാനി പനൂർ ഉസ്താദിൻ്റെ പ്രിയപ്പെട്ട മാതാവ് സുബൈദ ബിവി അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായിരിക്കുന്നു. ഒരു ഉത്തമ മാതാവെന്ന നിലയിൽ മക്കളെ ദീനിൻ്റെ വഴിയിൽ വളർത്തിയെടുത്ത ഒരു പുണ്യവതിയായ ഉമ്മയുടെ വേർപാട് ആ കുടുംബത്തിന് മാത്രമല്ല, ആ ഉസ്താദിനെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്ന ഓരോരുത്തർക്കും വിഷമമുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഉമ്മയുടെ കാൽക്കീഴിലാണ് സ്വർഗമെന്നാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മോട് പഠിപ്പിച്ചിട്ടുള്ളത്. ആ ഉമ്മ മരണപ്പെടുന്നതോടുകൂടി ആ വലിയൊരു കാരുണ്യത്തിൻ്റെ കവാടമാണ് അടഞ്ഞു പോകുന്നത്. നവാസ് മന്നാനി ഉസ്താദിനും സിറാജുദ്ദീൻ കാസിമി ഉസ്താദിനും നഷ്ടപ്പെട്ടത് ആ വലിയ കവാടമാണ്. അവരുടെ പ്രഭാഷണങ്ങൾ കേട്ട് പലരും സ്വന്തം മാതാപിതാക്കളെയൊക്കെ ഒരുപാട് സ്നേഹിക്കാൻ പഠിച്ചു. ഇന്ന് അവരുടെ ജീവിതത്തിൽ വലിയൊരു പരീക്ഷണം വന്നപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ആ ഉസ്താദുമാരെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ കടമയാണ്. ഒരു ഉമ്മ മരണപ്പെടുമ്പോൾ ആ മക്കളുടെ ജീവിതത്തിൽ നിന്ന് വലിയൊരു പ്രാർത്ഥനയുടെ തണലാണ് ഇല്ലാതാവുന്നത്. ആ രണ്ടുമ്മമാർക്കും പടച്ചവൻ സ്വർഗം നൽകട്ടെ. ആ കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും പടച്ചവൻ ക്ഷമയും സഹനവും നൽകട്ടെ.